നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പരിപൂർണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സാജമാർക്ക് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ജീവിത യാത്ര നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു തലത്തിൽ നിന്നും അടുത്ത തലത്തിലേക്ക് പ്രോഗ്രസ് ചെയ്യുമ്പോൾ നമ്മൾ കടന്നുപോയ തലത്തിൻ്റെ ഒരു കോൺസെൻട്രേറ്റഡ് എസെൻസ് ആയിട്ട് മാറിയിട്ടുണ്ടാവണം. എങ്കിൽ മാത്രമേ അടുത്ത തലത്തിലേക്ക് നമ്മൾ പൂർണ്ണ അറിവോടുകൂടി പ്രവേശിക്കാൻ സാധിക്കും. ഇപ്പൊ കുട്ടിക്കാലത്ത് അനുഭവിക്കേണ്ട കാര്യങ്ങളെല്ലാം സ്നേഹത്തോടു കൂടിയിട്ട്, കുട്ടിക്കാലത്ത് അത്രയും നിഷ്കളങ്കതയുണ്ട്. അപ്പോൾ കുടുംബത്തിന്റെ സ്നേഹം അതാണ് ശരിക്കും നമ്മളെ നയിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ലഭിക്കുന്ന അന്നങ്ങൾ എന്ന് പറയാം, ഭക്ഷണം ഒരു അന്നമാണ്. പിന്നെ ശ്രവണം, കണ്ണിലൂടെ കാണുന്നത്, രുചിക്കുന്നത്, ശ്വസിക്കുന്ന സ്മെല്ല്, സ്പർശനം, ഇതെല്ലാം നമ്മളെ ശരിയായിട്ടുള്ള ഒരു ദിശയിലേക്ക് നയിക്കണമെന്നുണ്ടെങ്കിൽ ലഭിക്കുന്ന അറിവെല്ലാം നമ്മൾ ഒരുമിച്ച് അതിൻ്റെ എസെൻസ് ആക്കി മാറ്റിയിട്ടുണ്ടാവണം. അപ്പോൾ ഹാർട്ട്ഫുൾനെസ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലൂടെ ബ്രൈറ്റർ മൈൻഡ്സ് പ്രോഗ്രാം കുട്ടികൾക്ക് നൽകിക്കൊണ്ടുണ്ട്. ഈ ബ്രൈറ്റർ മൈൻഡ്സിൻ്റെ ഒരു പ്രധാന വശം ഈ ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന അറിവുകളെ ഏകീകരിക്കുക എന്നുള്ളതാണ്, സമ്മേറ്റ് ചെയ്യുക എന്നുള്ളത്. ഒരു ഇന്ദ്രിയം ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ മറ്റതെല്ലാം സപ്രസ്ഡ് ആവും. ഇപ്പൊ നമ്മൾ വിഷ്വൽ മീഡിയയിൽ വളരെയധികം അട്രാക്റ്റഡ് ആണ്. ഇപ്പൊ എല്ലാവരും നോക്കി കഴിഞ്ഞാൽ മൊബൈലിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നു, റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്നു, ബാക്കിയെല്ലാം വിസ്മരിക്കുകയാണ്. അതെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കുകയാണ്. കാഴ്ച അത്രയും നമ്മളെ നമ്മുടെ ശരിയായിട്ടുള്ള എസെൻസ് നിന്ന് അകറ്റുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. അതുപോലെ തന്നെ കേൾക്കുന്ന അത് സെക്കൻഡ് വരുന്നുള്ളൂ. അപ്പോൾ വിഷ്വൽ മീഡിയ നമ്മൾ ഉയർത്താൻ വേണ്ടിയിട്ടാണെങ്കിൽ നല്ലതായിരുന്നു. പക്ഷേ അങ്ങനെയല്ല, നമ്മളെ കാഴ്ച കൊണ്ട് ഭ്രമിപ്പിക്കുകയാണ്. എല്ലാവർക്കും ആൻഡ്രോയിഡ് ആ ഫെസിലിറ്റിയുള്ള അങ്ങനത്തെ മൊബൈൽ മതി. വെറും കേൾക്കുന്ന മൊബൈൽ പോരാ, കാണുന്ന സാധനം വേണം.
ടെലിവിഷൻ, റേഡിയോനേക്കാളും നമ്മൾ ഇഷ്ടപ്പെടുന്നു. അപ്പൊ ഈ തരത്തില് ഒരു ഇന്ദ്രിയം മാത്രം ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും വളർച്ച എഫക്റ്റ് ചെയ്യപ്പെടും, ഒരു സംശയമില്ല. നമ്മുടെ സ്ക്രിപ്റ്റേഴ്സിൽ ശ്രവണം, മനനം, നിധിധ്യാസനം എന്നാണ് പറയുന്നത്. ശ്രവണമാണ്. നമ്മൾ കേൾക്കുക എന്ന് പറഞ്ഞാൽ വെറും ചെവിയോടെ കേൾക്കുക എന്നല്ല, നമ്മൾ എന്ത് അനുഭവിക്കുമ്പോൾ അത് ഉൾക്കൊള്ളുക, മനസ്സിൽ ഉൾക്കൊള്ളുക. കാൻ ഖോൻ കെ സുനോ ഹിന്ദിയിൽ പറയും, ചെവി തുറന്ന് കേൾക്കൂ. നമ്മൾ കേൾക്കുന്നുണ്ടാവും, പക്ഷേ നമ്മൾ ശരിക്കും അത് മനസ്സിലാക്കി ഉണ്ടാവില്ല. ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞു, നിങ്ങൾക്ക് കണ്ണുകളുണ്ട്, പക്ഷെ നിങ്ങൾ കാണുന്നില്ല. ചെവികളുണ്ട്, നിങ്ങൾക്ക് കേൾക്കുന്നില്ല. അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ശരിക്കും അതിനെ ശ്രദ്ധയോടെ കേൾക്കുന്നില്ല, കാണുന്നില്ല. ഒരു സിനിമ കാണുമ്പോൾ ഹീറോ വില്ലനെ കൊല്ലുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹീറോനെ സപ്പോർട്ട് ചെയ്യുന്നു. വില്ലൻ അവിടെ ജീവിച്ചിരിക്കേണ്ടത്, പിന്നെ അവർ രണ്ടുപേരും കൈകോർത്തിട്ടാവും പോകുന്നുണ്ടാവും. പക്ഷെ സിനിമയിൽ നമുക്ക് അത്രയും ദേഷ്യം വരുന്നു. വില്ലൻ കഥാപാത്രങ്ങൾക്ക് അത്ര മോശപ്പെട്ട ആൾക്കാരാണ് നമ്മൾ വിചാരിക്കുന്നത്. അങ്ങനെ ആവില്ല. വില്ലൻ കഥാപാത്രങ്ങൾക്ക് വളരെ നല്ല മനുഷ്യരായിരിക്കും. അപ്പൊ നമ്മളെ കാഴ്ച എത്രയോ നമ്മളെ താഴ്ത്തുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം പറഞ്ഞത്. അപ്പൊ നമ്മള് കുട്ടിക്കാലത്ത് ആ സ്റ്റെപ്സ് എല്ലാം കടന്നു പോകുമ്പോൾ എങ്ങനെയാണ് ഈ അറിവുകൾ ഉൾക്കൊള്ളേണ്ടത്, എങ്ങനെയാണ് സ്നേഹത്തോട് കൂടിയിട്ട് നമ്മൾ ലോകവുമായിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പഠിക്കാനുള്ളത്. വീട്ടിലേക്ക് ഒരു അതിഥി കടന്നു വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് മിക്ക കുട്ടികൾക്കും അറിയില്ല. എണീറ്റ് നിൽക്കണം, സ്വീകരിക്കണം, ഇരിപ്പിടം കൊടുക്കണം. ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കി കഴിഞ്ഞാൽ കുട്ടികൾ പഠിക്കുമോ? അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഡിസ്റ്റർബ് ചെയ്യണ്ട. എന്താണ് ഈ പഠിക്കുന്നത്? ഇതൊക്കെ തന്നെയല്ലേ പഠിക്കാനുള്ള. ആൾക്കാരായിട്ടും ലോകവുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനാണ് പഠിക്കേണ്ടത്. അങ്ങനെയുള്ള ലോകം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒന്ന് യൂട്ടിലൈസ് ചെയ്യല്ലേ വേണ്ടത്, എങ്ങനെയാണ് പെരുമാറേണ്ടത്, ഇതല്ലേ ഏറ്റവും അധികം പഠിക്കാനുള്ളത്. മനുഷ്യനായിട്ട് മാറാം, ഹ്യൂമെയിൻനെസ്. എല്ലാവരും പ്രശ്നങ്ങൾ ശരിക്കും ഹൃദയത്തോട് ഉൾക്കൊള്ളാൻ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഈ തരത്തിൽ ഇന്ററാക്ഷൻ ആവശ്യമാണ്. അപ്പോൾ സ്നേഹത്തിന്റെ ഒരു അന്തരീക്ഷം വേണം. ആരും ഇങ്ങനെ ഇന്ററാക്ട് ചെയ്ത് മോശമായിട്ടൊന്നുമില്ല. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഗസ്റ്റ് വരുമ്പോൾ ഞങ്ങൾ അച്ഛനും അമ്മയും വിളിക്കും, വന്നിട്ട് പോകുന്ന പറയും. വന്നിട്ട് കണ്ടിട്ട് പിന്നെ നീ പഠിക്കാൻ പോക്കോന്ന് പറയും. അപ്പൊ ഈ തരത്തിലുള്ള ഒരു എഡ്യൂക്കേഷൻ, അതിഥി ദേവോ ഭവ എന്ന് പറയും. അതിഥി ദേവോ ഭവ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യ ദേവോ ഭവ. അത് പലപ്പോഴും നമ്മൾ ചിന്തിക്കും, അതിഥി ദേവോ ഭവ. അപ്പൊ നമ്മുടെ എഡ്യൂക്കേഷന്റെ വലിയൊരു പ്രധാനപ്പെട്ട ഒരു ചുവടാണത്. അപ്പൊ അങ്ങനെ നമ്മൾ അതിൽ നിന്ന് ഉൾക്കൊണ്ട് ആ അറിവ് ഒരു എസൻസ് ആക്കി മാറ്റി, പിന്നെ അത് ക്യാരക്ടറാക്കി മാറ്റി. കുട്ടിക്കാലത്ത് പഠിക്കേണ്ടത് കുട്ടിക്കാലത്ത് തന്നെ പഠിക്കണം. ടോയ്ലറ്റിൽ എങ്ങനെയാണ് പോകേണ്ടത്, വേസ്റ്റ് അവിടെ ഇവിടെ ഇടാൻ പാടില്ല, ലൈനിൽ നിൽക്കണം, എല്ലാവരെയും ബഹുമാനിക്കണം, തിക്കി തിരക്കാൻ പാടില്ല, ചീത്ത പറയാൻ പാടില്ല, ബഹളം വെക്കാൻ പാടില്ല, ആക്സെപ്റ്റ് ചെയ്യണം. ഇപ്പോൾ ട്രെയിനിലൊക്കെ കയറി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കാണുന്നു. ഇന്നലെ ട്രെയിൻ യാത്രയിൽ ഞങ്ങൾ വരുമ്പോൾ ചിലരൊക്കെ കൊണ്ടുവരുന്ന ലഗേജ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല, നമുക്കൊന്നും ഇരിക്കാൻ സ്ഥലമില്ല, അത്രയും വലിയ പെട്ടികളാണ് കൊണ്ടുവരുന്നത്. എന്നിട്ട് നമ്മൾ ഇരിക്കുന്ന സീറ്റിന്റെ അടിയിലേക്ക് കുത്തി തീരുക, നമുക്ക് ലെഗ് സ്പേസ് ഇല്ല. അത് കാരണം എന്താണ്? അവരെ പഠിപ്പിച്ചിട്ടില്ല, കുട്ടിക്കാലത്ത് ഇത് അറിഞ്ഞിട്ടില്ല. മറ്റുള്ളവരെ ഈ തരത്തില് ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നത് അവരന് സുഖത്തിനായി വരയണം എന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്. ഇതാണ് കുട്ടിക്കാലത്ത് പഠിക്കേണ്ട കാര്യം. കോൺവെർസേഷൻ വിത്ത് ഗോഡ് എന്നുള്ള പുസ്തകത്തിൽ ഈശ്വരൻ പറയുന്നുണ്ട്, LKG-യിലേക്കും UKG-യിലേക്കും പഠിപ്പിക്കാൻ ധൃതി കൂട്ടുന്നതിന്റെ മുമ്പ് കുട്ടികൾ ഈ തരത്തിലെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. കുട്ടിക്ക് ടോയ്ലറ്റിൽ എങ്ങനെ പോകേണ്ടതെന്ന് അറിയാതെയാണ് സ്കൂളിലേക്ക് വിടുന്നത്. എന്നിട്ട് സ്കൂളിൽ ക്ലാസ് റൂമിലാണ് മൂത്രമൊഴിക്കുന്നതും ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ ആയയോ ടീച്ചറോ ഒക്കെയാണ് അത് എടുത്തു കളയേണ്ടി വരിക. ഭക്ഷണം അവിടെ ഇവിടെയൊക്കെ ചെതറുന്നു, എങ്ങനെ ഭക്ഷണം കഴിക്കേണ്ടതെന്ന് അറിയില്ല. അടുത്തുള്ള കുട്ടിയെ പെൻസിൽ വെച്ച് കുത്തുന്നു, പിച്ചുന്നു, അത് പഠിച്ചിട്ടില്ല. ഇത്രയും ധൃതി കൂട്ടിയിട്ട് എന്താണ് പഠിക്കാനുള്ളത്? ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ വന്നിട്ടില്ല. പഠിക്കേണ്ടത് പഠിക്കാതെയാണ് സ്കൂളിലേക്ക് നമ്മൾ പറഞ്ഞേക്കുന്നത്. ഇനി അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണെങ്കിൽ ഇത്രയും പഠിച്ചിട്ട് 1-ാം ക്ലാസ്സിൽ എത്തുകയാണ്. LKG UK 1-ാം ക്ലാസ് എത്തിക്കഴിഞ്ഞാൽ 1-ാം ക്ലാസ്സിലെ കുട്ടിക്ക് ചില സ്വഭാവ വിശേഷതകൾ ഉണ്ടാവണം, ഇന്ന കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവണം, വാക്കുകൾ തെറ്റാതെ പറയാൻ സാധിക്കുന്നുണ്ടാവണം, ബഹുമാനപൂർവ്വം വാക്കുകൾ സംസാരിക്കാൻ പഠിച്ചിട്ടുണ്ടാവണം, ഒബീഡിയൻസ് വന്നിട്ടുണ്ടാവണം. ഇതൊക്കെ നമ്മുടെ ഹാബിറ്റായിട്ട് മാറിയിട്ടുണ്ടാവും. എങ്കിൽ മാത്രമേ അടുത്ത ലെവലിലേക്ക് പോയിട്ട് കാര്യമുള്ളൂ. ഇതൊന്നും പഠിക്കാതെ നേരെ അങ്ങോട്ട് 10-ാം ക്ലാസ് എത്തും, അല്ലെങ്കിൽ പിന്നെ കോളേജിലെത്തും. അപ്പോഴാണ്
ഇതൊന്നും പഠിച്ചിട്ടില്ല എന്ന് മനസ്സിലാവുന്നു. കുട്ടികൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നില്ല, ആരെയും ബഹുമാനിക്കുന്നില്ല, സാധനങ്ങൾ തകർക്കുന്നു, പഠിക്കുന്നില്ല, ഡ്രഗ്സ് എടുക്കുന്നു. എന്താ കാരണം? പഠിച്ചില്ല, ഇതൊന്നും ഉൾക്കൊണ്ടില്ല. അപ്പൊ ഈ ഒരു യാത്രയിൽ നമ്മൾ ഓരോ ചുവട് വെക്കുമ്പോഴും അതിന്റെ കോൺസെൻട്രേറ്റഡ് എസെൻസ് ആയിട്ട് മാറിയിരുന്നു. ആ എസെൻസ് ആണ് ശരിക്കും നമ്മുടെ ഉള്ളിലൂടെ ധാരയായിട്ട് പോകുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്തു, നമ്മുടെ ഉള്ളിൽ ഫ്ലോ ആയിട്ട് പോകുന്നു. ആ ധാരയുമായിട്ട് നമുക്ക് റെസണേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കുട്ടിക്കാലത്ത് തന്നെ അത് സ്റ്റാർട്ട് ചെയ്യണം. അതിൽ ഫാമിലി പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഫാമിലി അത്തരത്തിൽ സ്പിരിച്വൽ ആയിട്ടുള്ള ചിന്താഗതിയുള്ള ആൾക്കാരാണ്. അങ്ങനെയാണ് കുട്ടിയുടെ വളർച്ച ശരിയായിട്ടുള്ള ദിശയിലായിരിക്കും. ഇത് ശ്രദ്ധ എന്നുള്ള ആ പദത്തിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അടുത്ത സെഷനിൽ നമുക്ക് വീണ്ടും തുടരാം. വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം.